നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഫോറൻസിക് ടോക്സിക്കോളജി ഇൻവെസ്റ്റിഗേഷൻ എളുപ്പമാക്കാം. പുതിയ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് ലഭിച്ചു. മരണം, വിഷബാധ, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള മെഡിക്കൽ അല്ലെങ്കിൽ നിയമപരമായ അന്വേഷണത്തെ സഹായിക്കുന്നതിന് അനലിറ്റിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ക്ലിനിക്കൽ കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിലെ വൈദഗ്ധ്യം ടോക്സിക്കോളജിയുടെ തത്വങ്ങളും സംയോജിപ്പിക്കുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി മേഖലയാണ് ഫോറൻസിക് ടോക്സിക്കോളജി. ഫോറൻസിക് ടോക്സിക്കോളജിയുടെ പരമപ്രധാനമായ ഫോക്കസ് ഫലങ്ങളുടെ ഏറ്റെടുക്കലും കൃത്യമായ വ്യാഖ്യാനവുമാണ്. ടോക്സിക്കോളജിക്കൽ വിശകലനങ്ങൾക്ക് സാമ്പിളുകളുടെ വിശാലമായ ശ്രേണി ഉൾക്കൊള്ളാൻ കഴിയും. അന്വേഷണത്തിനിടയിൽ ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റ് അന്വേഷണത്തിന്റെ സന്ദർഭം പരിഗണിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ശാരീരിക ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കൂടാതെ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ശേഖരിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ, അതായത് ഗുളിക കുപ്പികൾ, പൊടികൾ, അവശിഷ്ടങ്ങൾ തുടങ്ങിയവ, ലഭ്യമായ ഏതെങ്കിലും രാസവസ്തുക്കൾ. ഈ സാന്ദർഭിക വിവരങ്ങളും സാമ്പിളുകളും ഉപയോഗിച്ച് സായുധരായ ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റ് നിലവിലുള്ള പ്രത്യേക വിഷപദാർത്ഥങ്ങളെ തിരിച്ചറിയുന്നതിനും അവയുടെ സാന്ദ്രത അളക്കുന്നതിനും ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയിൽ അവ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നതിനും ചുമതലപ്പെടുത്തിയിരിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫോറൻസിക് ടോക്സിക്കോളജി 3 വ്യത്യസ്ത വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു: പോസ്റ്റ്മോർട്ടം ടോക്സിക്കോളജി, ഹ്യൂമൻ പെർഫോമൻസ് ടോക്സിക്കോളജി, ഫോറൻസിക് ഡ്രഗ് ടെസ്റ്റിംഗ്. പോസ്റ്റ്മോർട്ടം ടോക്സിക്കോളജിയിൽ മയക്കുമരുന്ന്, മദ്യം, വിഷം എന്നിവയുടെ ആഘാതം തിരിച്ചറിയുന്നതിനായി ഒരു പോസ്റ്റ്മോർട്ടം സമയത്ത് ലഭിച്ച ജൈവ സാമ്പിളുകൾ വിശകലനം ചെയ്യുന്നത് ഉൾപ്പെടുന്നു. രക്തം, മൂത്രം, ആമാശയത്തിലെ ഉള്ളടക്കങ്ങൾ, ഓറൽ ദ്രാവകങ്ങൾ, മുടി, ടിഷ്യൂകൾ എന്നിവ ഉൾപ്പെടെയുള്ള ജീവശാസ്ത്രപരമായ സാമ്പിളുകളുടെ വിശാലമായ ശ്രേണി വിശകലനത്തിന് വിധേയമായേക്കാം. മരണത്തിന്റെ കാരണവും രീതിയും കണ്ടെത്തുന്നതിന് ഫോറൻസിക് ടോക്സിക്കോളജിസ്റ്റുകൾ, പത്തോളജിസ്റ്റുകൾ, മെഡിക്കൽ എക്സാമിനർമാർ, കൊറോണർമാർ എന്നിവരുമായി സഹകരിക്കുന്നു. ഹ്യൂമൻ പെർഫോമൻസ് ടോക്സിക്കോളജി ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മരുന്നുകളും അവയുടെ ഫലങ്ങളും തമ്മിലുള്ള ഡോസ് റെസ്പോൺസ് ബന്ധത്തെ പരിശോധിക്കുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ വാഹനം ഓടിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നടപ്പിലാക്കുന്നതിലും ഈ ഫീൽഡ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവസാനമായി ഫോറൻസിക് ഡ്രഗ് ടെസ്റ്റിംഗ് ജോലിസ്ഥലം, കായിക ഉത്തേജക മരുന്ന്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രൊബേഷൻ, പുതിയ ജോലി അപേക്ഷകർക്കുള്ള സ്ക്രീനിംഗ് തുടങ്ങിയ സന്ദർഭങ്ങൾ മയക്കുമരുന്ന് ഉപയോഗം കണ്ടെത്തുന്നത് സംബന്ധിച്ചുള്ളതാണ്. പരമ്പരാഗത ഫോറൻസിക് ടോക്സിക്കോളജിയുടെ ഫലം ലഭിക്കുവാൻ മാസങ്ങൾ വേണ്ടിവരും. ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ 100% കൃത്യമാണെന്ന് പറയുവാനും സാധ്യമല്ല. ക്രൈം നടന്ന സ്ഥലത്തു നിന്ന് ലഭിക്കുന്ന രക്തസാമ്പിൾ, ഓറൽ ദ്രാവകങ്ങൾ, ടിഷ്യൂകൾ എന്നിവ ലബോറട്ടറിയിലേക്ക് അയക്കണം. ഇതെല്ലാം പരിഹരിക്കുവാൻ വേണ്ടി പരിസ്ഥിതി ശാസ്ത്രജ്ഞനും സിംഗപ്പൂർ അന്തർദേശീയ സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച പോർട്ടബിൾ ഓട്ടോമാറ്റിക് മെഷീൻ കൊണ്ട് നിമിഷ നേരം കൊണ്ട് ശേഖരിക്കുന്ന രക്തസാമ്പിൾ, ഓറൽ ദ്രാവകങ്ങൾ, ടിഷ്യൂകൾ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മയക്കുമരുന്ന്, മദ്യം, വിഷം ഏതെന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഈ മെഷീനിൽ വിവിധ അറകൾ, വിവിധ രാസവസ്തുക്കൾ, വിവിധ സെൻസറുകൾ, നിർമ്മിത ബുദ്ധി അൽഗോരിതംസ് എന്നിവ ഉണ്ട്. കിട്ടുന്ന ഫലം മെഷീന്റെ സ്ക്രീനിൽ രേഖപ്പെടുത്തും. 1 കിലോഗ്രാമിന് മാത്രം താഴെ ഭാരമുള്ള ഇതിന് 6 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഡോക്ടർ പട്ടാഴിക്ക് ലഭിക്കുന്ന 6ാമത്തെ പേറ്റന്റാണിത്. മികച്ച ഇന്നോവേറ്റീവ് ഗവേഷണങ്ങൾ പരിഗണിച്ച് പാരീസിൽ മെയ് 13 നടക്കുന്ന അന്തർദേശീയ ബയോസെൻസേഴ്സ് കോൺഫറൻസിൽ മുഖ്യ പ്രഭാഷകനായി ഡോക്ടർ പട്ടാഴിയെ ക്ഷണിച്ചിട്ടുണ്ട്.